അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും പലരും പല രീതിയിൽ റമളാനെ അനുഗമിച്ചിട്ടുണ്ട്. പലർക്കും പല ആശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ആയിക്കൊണ്ടാണ് റമളാനിലെ നോമ്പ് ഓരോ ആളുകളും പല രീതിയിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി തന്നെയാണെങ്കിലും ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളായി നോമ്പെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു നോമ്പുകാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവരവർ പറയും ഞങ്ങളാണ് ശരി എന്ന് എല്ലാവരും മത്സരിച്ച് പറയും. പക്ഷേ ഈ മതവിഭാഗങ്ങളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പരിശുദ്ധ റമളാനെ ഒരു സാധാരണ രീതിയിൽ വീക്ഷിച്ചാൽ ആ റമളാൻ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഒരു ശരിയായ ഒരു വ്യക്തി അവൻ 11 മാസം വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സങ്കടത്തോടു കൂടിയൊക്കെ ജീവിച്ചു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ളതാണോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ മനസ്സും ശരീരവും പലതരത്തിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷവും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ദുഃഖവുമായി കടന്നു പോകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപവും അല്ലെങ്കിൽ അതിൻ്റെ ശരിയും ഒക്കെ അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന കാര്യം 100% ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാവണം എന്നില്ല. നമ്മൾ പല സംഭവങ്ങളും നിരന്തരം കേൾക്കുന്നുണ്ട്. ഒരു പെണ്ണിനെ പ്രണയിച്ചതിൻ്റെ പേരിൽ, ആ പ്രണയത്തിൽ നിന്ന് പെണ്ണ് പിന്മാറിയതിൻ്റെ പേരിൽ അവൻ പോയി ആ പെണ്ണിനെ പെട്രോൾ ഒഴിച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് കൊല്ലുന്നു. അവൻ്റെ മനസ്സ് കൊണ്ട് അവൻ ശരിയായ ഒരു കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ശരിയായ കാര്യമായതുകൊണ്ടാണ് അവനത് ചെയ്തത്. എങ്കിൽ അത് കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും ശരിയായ കാര്യവുമല്ല. ഒരാവേശത്തിൻ്റെ പുറത്ത് അവളോടുള്ള പ്രണയത്തിൻ്റെ വൈരാഗ്യം, ആ വൈരാഗ്യമാണ് അവൻ തീർത്തിരിക്കുന്നത്. അത് അവനിക്ക് ശരി, പക്ഷെ നമുക്ക് ശരിയുമല്ല. നിയമത്തിൻ്റെ വഴിയിൽ അത് വലിയൊരു തെറ്റും കൂടിയാണ്. ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത വലിയ തെറ്റാണ്. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അതൊരു വലിയ ശരിയുമായിരിക്കും. എന്നതുപോലെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ അവരവർ ചെയ്യുന്ന അനുഭവങ്ങളുടെ കർമ്മഫലങ്ങൾ, അതിൻ്റെ ശരിയും തെറ്റും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അവൻ ചെയ്യുന്ന വിഷയം അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്ന് മനുഷ്യരായ നാം ഓരോരുത്തർക്കും കാഴ്ചപ്പാടിലൂടെ വിധി എഴുതാം എന്നല്ലാതെ റബ്ബിൻ്റെ കോർട്ടിൽ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അത് റബ്ബിൻ്റെ സാമീപ്യത്തിൽ എത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവിടെ എത്താതെ തന്നെ പലരും ഇത്തരം വിഷയങ്ങളിൽ സ്വയം തർക്കിച്ച് പരസ്പരം ഭിന്നിച്ച്
അവരവർ പറയുന്നതാണ് ശരിയെന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ അറിവിൻ്റെ ആ ധാർഷ്ട്യം, ഒരു വിഭാഗം തോറ്റു എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ജയിച്ചു എന്ന് പറഞ്ഞാലും രണ്ടു കൂട്ടരും അവരവരുടെ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നവർ തന്നെയാണ്. നമ്മൾ എത്രയോ സംവാദങ്ങൾ കാണും. ഈ സംവാദങ്ങളിലെല്ലാം രണ്ടു കൂട്ടരും പല വിഷയങ്ങളെടുത്ത് സംവാദിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് ആരും വ്യതിചലിക്കുന്നില്ല. ഇവിടെ എത്രയോ ആളുകൾ എന്തെല്ലാം അഭിപ്രായ ഭിന്നതകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മീഡിയ വന്നതോടുകൂടി അത് ധാരാളമായി എന്നുള്ളതാണ് വാസ്തവം. ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ, ജാമിദ എന്ന് പറയുന്ന സ്ത്രീ, അതുപോലെ ഒരു ജബ്ബാർ, അങ്ങനെ കുറേ നിരീശ്വരവാദികളും എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് ദീനിനെ എത്രത്തോളം മ്ലേച്ഛമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കുന്ന തരത്തിലാക്കിക്കൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തുന്നവരെയൊക്കെ നമുക്ക് കാണാം. അവരെ വെല്ലുവിളിക്കുന്നവരെയും കാണാം. എന്ന് വെച്ചുകൊണ്ട് അവർ അവരുടെ ശരിയിൽ നിന്ന് പിന്മാറുന്നില്ല, അവരെ വെല്ലുവിളിക്കാൻ പോകുന്നവർ അവരുടെ ശരിയിൽ നിന്നും പിന്മാറുന്നില്ല. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ അവരവർക്ക് വലുതാണ്. അതാരുടെയും മുതുകത്ത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള സ്ഥലത്തേക്ക് എല്ലാവരും ചിന്തിക്കുമ്പോഴാണ് തർക്കമില്ലാത്ത ഒരു അന്തരീക്ഷത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. മറിച്ച് തർക്കിക്കാൻ ഇന്നൊരു വിഷയം എന്താണ് എന്നെല്ലാവരും മീഡിയയെ വലുതാക്കാനുള്ള പരിശ്രമത്തിലാണല്ലോ. ആ മീഡിയയെ വലുതാക്കാൻ വേണ്ടിയിട്ട് ആ മീഡിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തൻ്റെ ചാനലിലേക്ക് ഏറ്റവും അധികം ആളുകൾ കയറാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആളുകൾ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഏതാണ്? ചിലർ കുറ്റം പറയുന്നതിന് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് കുറേ ആളുകൾ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു ചാനലുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പല തരത്തിലുള്ള ചാനലുകളുണ്ട്. പാട്ട്, ഡാൻസ്, സിനിമകൾ, അങ്ങനെ പലതുമുണ്ട്. ഈ കേരളത്തിൽ മാത്രം, ഇന്ത്യ മൊത്തം എടുക്കുന്നതല്ല, കേരളത്തിൽ മാത്രം എടുത്താൽ കേരളത്തിലുള്ള നാനാജാതി മതസ്ഥരും എല്ലാവരിലും നല്ലൊരു ശതമാനം ആളുകളും മീഡിയ കാണുന്നവർ തന്നെയാണ്. കുറേ ആളുകൾ വാർത്ത കേൾക്കുന്നവരാണ്. ആ വാർത്തകൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം, അവരുടെ മാർക്കറ്റിംഗ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള അഭ്യാസങ്ങളും അതിൻ്റെ അകത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം തൻ്റെ ചാനലിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരാനായിട്ട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയണം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ മരിച്ചുപോയി എന്ന് വരെയും പറഞ്ഞ വാർത്തകൾ വന്നിട്ടുണ്ട്. സെലിബ്രിറ്റികളായ പലരും, ഇപ്പോൾ സലീം കുമാർ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഒരിക്കൽ വന്നിരുന്നു. എന്നാൽ സലീം കുമാർ മരിച്ചിട്ടില്ല. അതേപോലെ കുളപ്പുള്ളി ലീല എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റുണ്ട്, അവരും മരിച്ചു എന്ന് പറഞ്ഞ് ഫോട്ടോ അടക്കം വന്നു, ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞു വന്നു. ഇങ്ങനെ പലരെക്കുറിച്ചും യൂട്യൂബിലൂടെ വളരെ ധൈര്യത്തോടു കൂടി അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അവരുടെ ചാനലിലേക്ക് ധാരാളം ആളുകൾ കയറുന്നു. ഒന്നും മനസ്സിലാക്കാതെ ആദരാഞ്ജലികൾ പറയുന്നവർ, പ്രണാമം പറയുന്നവരെയൊക്കെ അതിൽ കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് അന്വേഷിച്ചറിയാതെ കണ്ടപാടെ പ്രണാമമിട്ടവരൊക്കെ പിന്നീട് അവർ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിഡ്ഢികളാവുകയാണ്. അപ്പോൾ വിഡ്ഢികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും കത്തി പടരാനുള്ള കാരണം ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു സമുദായമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നമുക്കാർക്കും ചിന്തിക്കാൻ സമയമില്ല. നമ്മളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞു കേട്ടത് അല്ലെങ്കിൽ മീഡിയയിലൂടെ കണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ അറിവുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. യഥാർത്ഥത്തിൽ ആ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ രൂപം വ്യക്തമായി അറിയാത്തവരാണ് പലരും. അപ്പോൾ ഖുർആൻ എല്ലാവർക്കും അറിയാം, ഖുർആൻ എന്ന് പറഞ്ഞാൽ അറിയാം. ഖുർആന് അകത്തുള്ള എല്ലാ സൂറത്തുകളും എല്ലാവരും അറിയണമെന്നില്ല, ചില സൂറത്തുകൾ മാത്രമേ അറിയുള്ളൂ. എന്നാൽ
ആ സൂറത്തുകളുടെ അർത്ഥം എന്താണെന്ന് അറിയാത്തവർ ഏറ്റവും അധികമുണ്ട്. വളരെ കുറച്ച് ആളുകൾ അർത്ഥം അറിഞ്ഞവരുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ എന്ന് വ്യക്തമായി പഠിക്കുകയും ആ പരിശുദ്ധ ഖുർആൻ നമ്മളോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് ഖുർആനിൽ അങ്ങനെയൊക്കെ ഓരോ സൂറകൾ വന്നിട്ടുള്ളത്, എന്തിനാണ് യൂസുഫ് നബിയുടെ ചരിത്രം അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനെ മൂസാ നബിയുടെയും ദാവൂദ് നബിയുടെയും മറിയത്തിൻ്റെയൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഏതോ ഒരു നൂറ്റാണ്ടിലെ ആ ചരിത്രം ഇന്ന് നമ്മൾ കേട്ടിട്ട് നമുക്ക് ആ ചരിത്രത്തിലൂടെ എന്തായാലും ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല.